ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിൽ 2026 വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രിക്റ്ററായ KYC റൂൾസ് മുതൽ ഫ്രോഡ് പ്രൊട്ടക്ഷൻ, ATM ചാർജസ് ഇങ്ങനെ പോകുന്നു. ഈ ബാങ്ക് റൂൾ അപ്ഡേറ്റ്സ് നിങ്ങളുടെ പണത്തെയും ബാധിച്ചേക്കാം. നമുക്ക് വിശദമായി നോക്കാം. നിങ്ങൾ ബാങ്കിൻ്റെ ഏത് സർവീസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു മേജറായ അപ്ഡേറ്റ് സ്ട്രിക്റ്റർ KYC വെരിഫിക്കേഷൻ എന്നതാണ്. ബാങ്കുകൾ റെഗുലറായി നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ അക്കൗണ്ടിന് പലവിധ റെസ്ട്രിക്ഷൻസും ഉണ്ടായേക്കാം. മൈനറായ എറേഴ്സ് ആണെങ്കിൽ ഓൺലൈനായി കറക്റ്റ് ചെയ്യാമെന്നതും വീഡിയോ KYC ആകാമെന്നതും ഒരു സൗകര്യമാണ്. ഫ്രോഡ് ആൻഡ് ഫേക്ക് അക്കൗണ്ടുകളെ പരമാവധി തടയാം എന്നതാണ് ഈ സ്ട്രോങ്ങർ KYC വെരിഫിക്കേഷൻ കൊണ്ടുദ്ദേശിക്കുന്നത്. 2. ഡിജിറ്റൽ ബാങ്കിംഗ് സേഫ്റ്റിയിൽ RBI കൂടുതൽ ഊന്നൽ നൽകുന്നു. 2026 ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഈ നിയമം വഴി വരുന്ന മാറ്റങ്ങൾ: 1. UPI, മൊബൈൽ ബാങ്കിംഗ്, കാർഡ്സ്, ATM എന്നിവയ്ക്കെല്ലാം കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. 2. ഫ്രോഡ് കേസുകൾക്ക് കോമ്പൻസേഷൻ നൽകുന്നു. 3. ബാങ്കുകൾ സെക്യൂരിറ്റി സിസ്റ്റംസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നു. പുതിയ നിയമങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷനുകളെ കൂടുതൽ സേഫറാക്കി മാറ്റുന്നു. അടുത്തത് ഡിജിറ്റൽ ബാങ്കിംഗ് റെഗുലേഷൻസ്. 2026 മുതൽ ബാങ്കുകൾ മൊബൈൽ ബാങ്കിംഗ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, UPI ആൻഡ് ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്നീ സേവനങ്ങൾ നടത്തുന്നതിന് കൂടുതൽ സേഫായ സൈബർ സെക്യൂരിറ്റി റൂൾസ് പാലിക്കേണ്ടതും RBIയിൽ നിന്ന് സ്പെഷ്യൽ അപ്രൂവൽ ലഭ്യമാക്കേണ്ടതുമാണ്. മറ്റൊരു പ്രധാന മാറ്റം ATM ചാർജസ് അപ്ഡേറ്റ് ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫീയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫീയും കൂടുതൽ ഉയരും. ഇത് ATM ചാർജസ് എക്സ്പെൻസീവ് ആക്കും. എന്നിരുന്നാലും പല ബാങ്കുകളും ഫ്രീ മന്ത്ലി ട്രാൻസാക്ഷൻസ് നൽകുന്നുണ്ട്. അടുത്ത പ്രധാന മാറ്റം ന്യൂ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റ് റൂൾസ് ആണ്. ബാങ്കുകൾ ബ്രോക്കേഴ്സിന് ലോൺ കൊടുക്കുന്നത് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. ലോണുകൾ മുഴുവനായും സെക്യൂർഡ് ആയിരിക്കണം. കൂടുതൽ വിലയ്ക്ക് ഈട് നൽകേണ്ടതുണ്ട്. റിസ്കി ട്രേഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഈ നിയമങ്ങളെല്ലാം ഫൈനാൻഷ്യൽ സിസ്റ്റം റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂൾ ചേഞ്ചസ്. ഇവിടെ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ: 1. സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. 2. FD ടെന്യൂർ ഓപ്ഷൻസ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കിയിരിക്കുന്നു. 3. ക്ലിയർ റൂൾസ് ഫോർ പ്രീമെച്യൂർ വിഡ്രോവൽ. ഈ നിയമങ്ങൾ സുതാര്യതയും ബെറ്റർ പ്ലാനിങ്ങിനുള്ള അവസരവും ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നു. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് RBI ബാങ്കുകളുടെ ഫോറക്സ് പൊസിഷൻ ലിമിറ്റ് ചെയ്തുകൊണ്ട് റുപ്പിയുടെ വിലയിലെ അസ്ഥിരത കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ്. RBI വിഷൻ 2028 എന്ന പ്ലാനിലൂടെ ബാങ്ക് അക്കൗണ്ട് പോർട്ടബിലിറ്റി ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇത് കസ്റ്റമേഴ്സിന് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു പ്ലേസിലുള്ള അക്കൗണ്ട് വഴി ഓൾ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പേയ്മെന്റ്സിന്റെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. മറ്റൊരു അപ്ഡേറ്റ് ചെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്ലാനിംഗ് ആണ്. അതായത് ഇലക്ട്രോണിക് ചെക്ക്, പേപ്പർ ബേസ്ഡ് പേയ്മെന്റ്സിന്റെ ഫെമിലിയാരിറ്റിയും ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ സ്പീഡും ആക്യുറസിയും കമ്പൈൻ ചെയ്ത് ഒരു ഡിസൈൻ. വിഷൻ 2028 RBI ഷെയർഡ് ലയബിലിറ്റി ഫ്രെയിംവർക്ക് പ്ലാൻ ചെയ്യുന്നു. അതായത് കസ്റ്റമേഴ്സിന്റെ ബാങ്കും ബെനിഫിഷ്യറിയുടെ ബാങ്കും ജോയിൻ്റായി അൺഓതറൈസ്ഡ് പേയ്മെന്റ്സിന്റെ ലയബിലിറ്റി ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കസ്റ്റമേഴ്സിന് പ്രൊട്ടക്ഷനും വളരെ ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഈ ചേഞ്ചസ് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സ്റ്റെബിലിറ്റി, ടെക്നോളജി, അതുപോലെ കസ്റ്റമർ പ്രൊട്ടക്ഷൻ എന്നിവയിൽ RBI ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. നമുക്ക് സമ്മറൈസ് ചെയ്യാം. 1. ബാങ്കിംഗ് മേഖല കൂടുതൽ സുരക്ഷിതമാകുന്നു. 2. ഡിജിറ്റൽ പേയ്മെന്റ്സ് കൂടുതൽ സേഫർ ആകുന്നു. 3. ബാങ്കിംഗ് മേഖല റൂൾസ് കൂടുതൽ സ്ട്രിക്റ്റർ ആയിരിക്കും. 4. കസ്റ്റമേഴ്സ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആകുന്നു. ഇതിൽ ഏത് റൂളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് RVG Insights.